കണ്ണീരാ തുടച്ചിടും തീരുന്നില്ലല്ലോ. എന്താ മക്കളെ ചിരിക്കണ? കേഷ്ടാണെങ്കിലും ഇല്ല. നല്ലത് മക്കളെ. പക്ഷെ എന്നാലും ലച്ചു ചെയ്തതേ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ലച്ചുവിന്റെ പേരൊക്കെ പറയണേ? എന്തോ ഒന്നിന്റെ പേര് പറഞ്ഞോളി. ആ പറഞ്ഞോ. ലച്ചുവായി നീ അവനെ അടിച്ച് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഒരു പരിധി കഴിഞ്ഞാ എനിക്ക് ചെറുക്കൻ്റെ കണ്ണീര് കണ്ടോണ്ടിരിക്കാൻ പറ്റൂല. ആഹാ, ഇവിടെ അച്ഛനും അമ്മയും പറയാറുണ്ടല്ലോ എല്ലാ മക്കളും ഒരേപോലെയാണെന്ന്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അച്ഛനും അമ്മയും ആൺമക്കളെയാണ് നെഞ്ചിലേറ്റി കൊണ്ട് നടക്കണത്. ലച്ചു നിന്റെ പ്രശ്നം എന്താണ് ഇപ്പൊ? അമ്മ കൊടുക്കേണ്ട സമയത്ത് ഞാൻ പറഞ്ഞ അവന് കൊടുത്ത്. അവനെന്റെ അനിയനല്ലേ, അതിനിപ്പോ വീണ്ടും എന്റെ പേരോട് പറയണം എന്തിനാ? ലച്ചുവിനെ വിളിച്ചിട്ട് പോ. എന്താന്ന് ഇവിടെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ലേ? ആ സമാധാനത്തോടെ നിൽക്കാൻ പറ്റൂല. സമാധാനം കിട്ടണമെങ്കിലേ ഒന്നില്ലെങ്കിൽ ചേട്ടൻ ബാംഗ്ലൂർക്ക് പോകണം, അല്ലെങ്കിൽ വല്ല പെണ്ണും കെട്ടണം. ഞാനിടെ എന്നെ കെട്ടിച്ചു വിടാനും പറഞ്ഞു വിടാനൊക്കെ കുഴപ്പത്തെ ഓരോ അഭിപ്രായം കൊണ്ടൊന്നും ഇവിടെ പേടിപ്പിക്കാൻ നിൽക്കല്ലേട്ടാ. ആരും ആരെയും പേടിപ്പിക്കണ്ട. എല്ലാരും അവരോരോ കാര്യം നോക്കി നിന്നാ മതി. ലച്ചുവേ, നിനക്കൊരു കുടുംബമായില്ലേ? നീ നിന്റെ കുടുംബത്തിന്റെ കാര്യം നോക്ക്. ഇവിടത്തെ കാര്യം ഞങ്ങൾ അങ്ങ് നോക്കിക്കോളാം. അപ്പൊ ഞാൻ ഈ കുടുംബത്തിൽ ആരുമല്ലേ? നീ ആരായാലും ശരി, പക്ഷെ ഇവിടെ നീ നിലയ്ക്ക് നിൽക്കാൻ ലച്ചു. ഇവിടെ വഴക്കൊക്കെ മാറി എല്ലാവരും ഒന്ന് സന്തോഷമായിട്ട് അങ്ങോട്ട് വരികയായിരുന്നു. അപ്പൊ ലച്ചു കുഴിപ്പള്ളത്തുമായിട്ട് വഴക്ക് വിലക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ വീണ്ടും അടി ഉണ്ടാക്കാൻ നോക്കുക. ചേട്ടാ, ചേട്ടൻ കൂടുതൽ പറയണ്ടട്ടാ. ചേട്ടനെ ഇപ്പൊ നട്ടലില്ലാത്ത പരിപാടിയാണ് അവിടെ കണ്ണ് കാണിക്കുന്നത്. പറഞ്ഞേട്ടാ അതിലോട്ട് പരിഹസിക്കാട്ടാ. അതിന് വിടും, അതിനുള്ള സ്വാതന്ത്ര്യമാണല്ലോ ഇവിടെ കൊടുക്കുന്നത്. വേണ്ട, ഇപ്പൊ കിട്ടിയതേ ഉള്ളു. പോച്ചവിടുന്നു. അതെ, ഈ അഹങ്കാരത്തിന് ആരെങ്കിലും ഒരാൾ അറുതി കിട്ടില്ലെങ്കിൽ കുഴിപ്പളംകാര് കുഴിയെടുത്ത് താക്കൂതിനെ അവിടെ. കേശുവേ, ഈ കുഴിപ്പളം എന്നുള്ള വിളി ഉണ്ടല്ലോ, ഇന്നത്തോടെ നിർത്തിക്കോളണം. ലച്ചു നീ ആദ്യം നിർത്ത്. ഇവിടെ നീ അവനെ തല്ലിയിട്ടും ഇവിടെ വഴക്കുണ്ടാക്കിയിട്ടും നമ്മൾ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. വല്ലതും പറഞ്ഞോ? ഇങ്ങോട്ട് വാങ്ങിട്ട്. അങ്ങനെ മര്യാദയ്ക്ക് വിളിച്ചോണ്ടോ, അല്ലെങ്കിൽ കേശുവിന് കിട്ടിയതിന്റെ തുടർച്ച അവൾക്ക് കിട്ടും. ഹലോ, ചേട്ടൻ എന്നെ മര്യാദ പഠിപ്പിക്കണ്ട, എന്നെ സിദ്ധു മര്യാദ പഠിപ്പിച്ചോളൂ. നീ കൂടുതൽ ഷോ കാണിക്കല്ലേ? നീ ഇവിടെ ഇങ്ങനെ ഇടന്ന് കാണിച്ചാൽ ഞങ്ങൾ ഇടപെടും. നിനക്ക് വല്ല ഷോ കാണിക്കണേ കുഴിപ്പളത്ത് കാണിക്ക്, അപ്പൊ ആരും ഒന്നും പറയില്ല. അങ്ങനെ ഒരു ഉപകാരം ചേച്ചി ചെയ്ത ഈ കുടുംബത്തിന് ചേച്ചി ചെയ്ത് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. ചേച്ചി പോവില്ലല്ലോ. ഇവര് രണ്ടുപേരും പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? മോളെ അല്ല, ഇവരിപ്പോ പറഞ്ഞ അച്ഛനും അമ്മയും കേട്ടല്ലോ. എന്നിട്ടൊന്നും പറയാത്തെ? ആ, ഇവരുടെ അതേ അഭിപ്രായമായിരിക്കുമല്ലോ അച്ഛനും അമ്മയ്ക്കൊക്കെ. മനസ്സിലായി? ഇവിടുത്തെ ഇരിപ്പ് വശവും കിടപ്പ് വശവും എല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടുന്ന് പോവാം. ഇനി ഈ കുഴിപ്പള്ള ലച്ചു ഈ വീട്ടിലുണ്ടാവില്ല. സന്തോഷായി. ലച്ചുവിന് കിട്ടാനുള്ളൊക്കെ കിട്ടിയല്ലോ. ലച്ചു എന്ത് ലച്ചുന്ന്? ഇനി ഈ വീട്ടിൽ ലച്ചു കാല് കുത്തൂല. ഇനി ഞാൻ കാല് കുത്തണമെങ്കിൽ ഈ നിൽക്കുന്ന മരക്കുറ്റി ഉണ്ടല്ലോ, ഇവന്റെ കല്യാണം കഴിയണം. ഞാൻ പോവാ. ആരും എന്നെ പുറകിന്ന് വിളിക്കല്ലേ.